ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയുടെ വടക്കേ അതിർത്തിയായ മൂത്തുന്നം ഭാഗത്താണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ടാണ് മാലിങ്കര കോളേജ്, ലെഫ്റ്റ് സൈഡിലോട്ട് മൂത്തുന്ന അമ്പലം, സബട ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മുടെ ഈ റോഡ് ഓൾറെഡി വൺ വേ ആണ്. ലെഫ്റ്റിലൂടെ പോകുന്നത് നമ്മുടെ ലേബർ ജംഗ്ഷനിലോട്ട് കയറും കേട്ടോ. ഇതും ലേബർ ജംഗ്ഷനിലോട്ട് ഉള്ളൊരു വൺ വേ ആണ്. പക്ഷേ ഇത് പറവൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലോട്ട് വരുന്ന വൺ വേ ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് മൂത്തുന്ന ഹെൽത്ത് സെൻ്ററൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോകളിലെല്ലാം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ തെക്ക് ഭാഗത്ത് അല്ലേ, നമ്മുടെ കോട്ടപ്പുറം ഭാഗത്ത് നമ്മൾ അങ്ങോട്ടാണ് പുന്നക്കുരു വസാര വരെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പറവൂർ പാലം വരെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എത്തുന്ന ചെറിയ ജംഗ്ഷനാണ് കടവ് ജംഗ്ഷൻ എന്ന് പറയും കേട്ടോ. റൈറ്റ് സൈഡിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കുരിയാപ്പള്ളി എന്നൊക്കെ പറയും ഒരു സ്ഥലത്തിന്. ലെഫ്റ്റിലോട്ട് മൂത്തുന്ന റോഡിലോട്ട് കിടക്കാനുള്ള വഴി തന്നെയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പ്രിയദർശിനി ഡ്രൈവിംഗ് സ്കൂള്, അവരുടെ ഒരു ഹോട്ടൽ റൈറ്റ് സൈഡിൽ, അതേപോലെ ലക്ഷ്മി മാർബിൾസിൻ്റെ ഒരു വലിയ സ്ഥാപനം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോപ്പിനെ പറയുന്നത് ഷാപ്പ് പടി എന്നാണ് കേട്ടോ പറയാം. കടവ് ഷാപ്പ് വഴിയൊക്കെ ലോക്കൽ സ്റ്റോപ്പ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടവിൽ വൈകുന്നേരം നേരത്തെ തുറക്കുന്ന ഒരു തട്ടുകടി ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മുൻപൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ വെള്ളയപ്പം, അതുപോലെ തന്നെ നൂലപ്പം, കോമ്പോ ഒക്കെ കൂടിയിട്ടൊരു ചിക്കൻ പെരട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. നമ്മളിത് ലേബർ ജംഗ്ഷൻ്റെ ആ ഒരു സ്പോട്ടിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മുടെ പഴയ റോഡ്. നമ്മൾ നേരെ കേട്ടോ പോകുന്നത്, വളവൊക്കെ നിവർത്തി അല്ലേ, വളരെ മുന്നോട്ട് നേരെയാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റിലോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ പറവൂർ ഭാഗത്തു നിന്ന് വൺ വേ കയറി വരുന്ന വണ്ടികൾ കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ട് പോകുന്ന ഒരു റോഡാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. നമ്മൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവക്കാട് ആ ഭാരത് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹൈവേ ആണ്, അധികം ഉയർത്തിയൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ പണിക്കാരുടെ താമസ ഷെഡുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. മുകളിൽ വെക്കാനായിട്ടുള്ള ബീമുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വർക്ക് പുരോഗമനമുള്ളൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തിരുത്തിപ്പുറം ആ ഒരു ടേണിങ്ങിൽ നിന്ന് കയറി വരുന്ന വഴിയാവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിന്ന് വരുന്ന വഴിയാനാണ് ഇത് ചാൻസ് ഉള്ളത് കേട്ടോ. അവിടെ ആയിട്ട് ഒരു ചർച്ച് കാണാം. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു തിരുത്തിപ്പുറം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ചർച്ച് ഉണ്ട്. അപ്പോൾ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഒരു വഴിയാവാനാണ് ചാൻസ് കേട്ടോ അത്.
ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. റോഡിലും അങ്ങനെ ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂത്തുന്നം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ ഹൈവേനെ യാതൊരു കാരണവശാലും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഫുള്ള് സ്റ്റഡി ആയിട്ട് പറൂർ പാലം വരെ ചില ചിറ്റാറ്റുകര ആ ഒരു പുഴയുടെ അവിടെയും വരെ ഇത് ചെന്നെത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വഴിയേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ് ഈ ലൊക്കേഷൻ എന്നും കൂടെ മനസ്സിലാവില്ല കേട്ടോ. ഏത് ജംഗ്ഷനിലാണ് ഈ ഒരു വഴി ചെന്ന് ചേരുക എന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ആയിട്ടൊരു ഓവർ ബ്രിഡ്ജും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതേത് ജംഗ്ഷനിലോട്ട് ചെന്ന് വരുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു റോഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ അവിടെ ആയിട്ട് അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ റോഡിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇനി അവിടെ ചെന്നിട്ട് വേണം ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ ആവണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇത്രയും ദൂരത്തെ യാത്രയിൽ നമ്മൾ മൂത്തുനിന്ന് വന്നപ്പോൾ റോഡിൻ്റെ ഏകദേശം പണി കഴിഞ്ഞൊരവസ്ഥയിൽ കാണുന്നത് ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 80% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു ഏരിയയിൽ മാത്രമല്ല, ഈ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റോഡിൻ്റെ അടുക്കായിട്ട് കാന നിർമ്മാണമാണെന്ന് തോന്നുന്നു, പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ. റൈറ്റ് സൈഡിലായിട്ട് വടക്കേക്കര ജുമാ മസ്ജിദ് പള്ളിയാണ് കാണുന്നത്. അപ്പം ഞാനീ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ നിങ്ങളുടേതായ ഒരു സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്ത് വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സർവീസ് റോഡ് വഴി അല്ല, നമ്മുടെ ഈ ഒരു പുതിയ ഹൈവേ വഴി വരുന്നവർക്ക് ബൈക്കിനോ കാറിനാണെങ്കിലും ഏകദേശം ഈ ഒരു ഭാഗം വരെ വന്നിട്ട് പിന്നെ സർവീസ് റോഡ് എന്തെങ്കിലും കയറിയിട്ട് വേണം അപ്പുറത്തെ ആ ഒരു വഴിയിലോട്ട് ചെന്ന് എത്തണം കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കാന നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മുഴുവനും പൊളിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണുന്നത്. ഒരാൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ റോഡിലൂടെ, അല്ലേ, ഒരു ഉറുമ്പ് പോകുന്ന പോലെ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഷട്ടിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡിൽ. എന്തായാലും വെറുതെ കിടക്കല്ലേ അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് ഒരു ഷട്ടിൽ കോട്ടിൻ്റെ പിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാറിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇത് ഈ ഒരു ഭാഗം വെച്ച് ശേഷം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. സർവീസ് റോഡ് 2 വശവും കുറച്ചും കൂടെ മുന്നോട്ട് ടാറിങ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ തിരുത്തിപ്പുറം കഴിഞ്ഞാൽ ചക്കുമരശ്ശേരിയാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു വഴിയിൽ നിന്നൊക്കെ ഉള്ളിലോട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു റോഡായിട്ട് കണക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഏത് വഴിയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. എന്നാലും ഏകദേശം നമ്മുടെ ആ ഒരു ചക്കുമരശ്ശേരി, അതേപോലെ പറയാട്, അത് കഴിഞ്ഞാൽ ആലുമാവ്, ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ ഈ ഒരു വഴി കണക്ട് ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മളീ കാണുന്നത് മുനമ്പം കവല
മുനമ്പങ്കവലയിൽ നിന്ന് വരുന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. മുനമ്പങ്കവല സെൻറ്ററിൽ നിന്ന് വരുന്ന ആ വഴിയാണ്. നമ്മളിപ്പോൾ ഈ ചെന്നെത്തുന്നത് പട്ടണങ്കവല ജംഗ്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പട്ടണങ്കവല മുനമ്പങ്കവല ഭാഗത്തേക്കാണ്. കുഞ്ഞിത്തയിലോട്ട് പോകുന്ന വഴിയൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതാണ് മീൻ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമ്മുടെ റോഡ് പട്ടണം കവലയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാരൊക്കെ സമരം നടത്തിയിരുന്നു. അപ്പോൾ അത് വിജയകരമായി എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അണ്ടർപാസ് പാസ്സായിട്ടുണ്ട്. നമ്മളങ്ങനെ ചിറ്റാറ്റര ജംഗ്ഷനിലാണ് എത്തുന്നത്. ലെഫ്റ്റിലോട്ട് ചിറ്റാറ്റര ബസ് സ്റ്റോപ്പൊക്കെയാണ്. റൈറ്റിലോട്ട് ചിറ്റാറ്റരയുടെ നല്ല മനോഹരമായ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുള്ള് കണ്ടൽക്കാടുകളും എന്താ പറയുക ഫുള്ള് പൊയിലുകളൊക്കെ ഉണ്ട്. അധികം വീടുകളൊക്കെ കുറവാണ്. ആ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. നമ്മളിനി മുന്നോട്ട് പോകുന്നത് ഈ ഒരു വഴിയുടെ എൻഡിങ് ആണ്. പാലം ഉണ്ട് അവിടെ പാല നിർമ്മാണം കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ പറവൂർ പാലം ചിറ്റാറ്റുകര ബോർഡർ എൻഡിങ് ആണ്. അപ്പോൾ അതേപോലെ പുഴ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പാല നിർമ്മാണം അവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഈ പാലത്തിൻ്റെ നിർമ്മാണം കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ ഒരു സൈഡിൽ എന്തൊക്കെ ബീമുകളൊക്കെ വെച്ചു. ഏകദേശം അതിൻ്റെ പണികളൊക്കെ തീരാറായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ബാക്കിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഹൈറ്റ് കുറഞ്ഞ ഒരു പാലം തന്നെയാണ് കേട്ടോ. നമ്മുടെ പഴയ പറവൂർ പാലത്തെ കാണാൻ വണ്ടികളൊക്കെ പോകുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ മൂത്തുനിന്ന് തുടങ്ങി പറവൂർ പാലം ചിറ്റാറ്റുകര വരെയുള്ള റോഡിൻ്റെ പുതിയ നാഷണൽ ഹൈവേയുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് റെഡിയാക്കാവുന്നതാണ്.